എന്താലതേ എന്ത് പണിയാ ഈ കാണിച്ചേ? ആ ഭാർഗവി ചേച്ചി നമ്മുടെ വീട്ടിൽ ഒന്ന് കുത്തിയിരിക്കുക. അതെന്തിനാ? എന്താ? എന്തിനാണ് അവരുടെ വാച്ചൊക്കെ വാങ്ങിച്ച് കെട്ടിക്കൊണ്ടുവരാൻ പോയത്? അത് ലതയുടെ വാച്ച് ഇന്ന് എന്നെ റിപ്പയർ ചെയ്ത് കിട്ടും. ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ 2-3 ദിവസത്തേക്ക് വാച്ച് ഇല്ലാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതൊന്നും സാരമില്ല ചേട്ടാ, ഞാൻ വൈകുന്നേരം തന്നെ ഇത് തിരികെ കൊടുത്തേക്കാം. നല്ല കളിയായി. ഏതോ കല്യാണത്തിന് പോകാൻ വാച്ച് വേണമെന്ന് പറഞ്ഞ ഭാർഗവ ചേച്ചി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അവിടെ. അത് ഇങ്ങോട്ട് തന്നെ അതങ്ങ് കൊടുത്തേക്ക് മോളെ. എന്തിനാ ഈ അങ്ങനെ സാധനങ്ങൾ? അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. പെറ്റീഷൻ കൊടുത്ത പോലീസിനെ കൊണ്ട് ഇടിപ്പിക്കും അല്ലേ? നീ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 അങ്ങോട്ട് അടിക്കും. വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നോട്ടെ, കാണിച്ചു തരാം. പിന്നെന്താ, ലഡ്ഡോ ബോളിയോ എന്ത് വേണോ വാങ്ങിച്ചു തരാം. ഇതാണോ ഇത്ര വലിയൊരു ഇഷ്യൂ? ഈ ലതയുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. എന്നാൽ ഇത്രയും നല്ലൊരു ചുണക്കുട്ടിയെ ഇന്ദുവിന് ഭർത്താവായി കിട്ടിയല്ലോ. മുത്തശ്ശിക്ക് സമാധാനായി. ഈ കഴിവുകൾ എന്ന് പറയുന്നത് നമ്മുടെതാണ് മുത്തശ്ശി. എല്ലാം മോളിലുള്ള ഒരാൾ തരുന്നതല്ലേ? അതേ മുത്തശ്ശി, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. വാഴുക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് ഏറ്റുണ്ണഴും ഭവാൻ. ഞങ്ങള് കുടുംബപരമായിട്ട് വലിയ ഈശ്വര വിശ്വാസികളാ. സമയം കിട്ടുമ്പോഴൊക്കെ ഞാനപ്പാന പാടിക്കൊണ്ടിരിക്കും അല്ലേ? ഈശ്വര വിശ്വാസം വളരെ നല്ലതാ ഉണ്ണി. ഉണ്ണിയല്ല, വിശ്വനാഥൻ. എനിക്കെല്ലാം ഒന്നാ. എന്റെ മോനെ, ഇന്തൊരു കഥയില്ലാത്തോള. കോളേജിലൊക്കെ പോയി പഠിച്ചെന്നല്ലാതെ ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്കറിയില്ല. അയ്യോ, അങ്ങനൊന്നും പറയരുത് മുത്തശ്ശി. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇന്ദു എന്ത് മിടിക്കുക. ബുദ്ധിയില്ല എന്നുള്ളത് പോട്ടെ, അല്പമെങ്കിലും സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടുപോയി. വിശ്വം, കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. അതെയോ? ആ, ഞാൻ മോളെ കാണാൻ കാത്തിരിക്കായിരുന്നു. വരൂ. അതെ, ഓവർ ആക്ടിങ് വേണ്ട. ഒരു ഇളിച്ച ചിരിയും തമാശ പറച്ചിലും കുറച്ച് കൂടുന്നുണ്ട്. ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ ആക്ടിങ് വേണം. ആക്ടിങ്ങിനെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം. ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടതാ. മോൻ നോക്കണ്ട, മോനുണ്ട് എന്റെ വക ഒരു സമ്മാനം. മുതുമുത്തശ്ശന്മാരെ കാലം മുതലൊക്കെ ഈ തറവാടിന്റെ ഐശ്വര്യ ഈ പുലിനാഗം കെട്ടിച്ച മാല. ഇത് ഇന്ന് മുതൽ വിശ്വന്റെ കഴുത്തി കിടക്കട്ടെ. ധാരാളം സ്വർണ്ണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു സെന്റിമെന്റൽ വിലയാ കൽപ്പിക്കുന്നു മുത്തശ്ശി. ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചു തമ്പുരാനെ പോലെയുണ്ട് അല്ലേ മുത്തശ്ശി? അയ്യോ മുത്തശ്ശി, എന്താ ഈ കാണിച്ചേ? ചേട്ടന്റെ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ ഇട്ടു കൊടുക്കുന്നത്? ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട്. തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ. ഒന്നും വേണ്ട മുത്തശ്ശി, കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കിയേ. എത്ര മോതിരം കിടന്ന കയ്യാ ഇത്. ആരെങ്കിലും വന്ന് വല്ല ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞ ഉടനെ അങ്ങ് ഊരിക്കൊടുക്കും. ശിവ ശിവ, എന്താ വിശ്വ കേക്കണത്? ഞങ്ങളുടെ കുടുംബ സ്വത്താ ഈ മാല. അത് അന്യാധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അതങ്ങ് ഊരി കൊടുക്ക് ചേട്ടാ. മുത്തശ്ശി പേടിക്കണ്ട, ഇതാർക്കും കൊടുക്കില്ല. ഇപ്പൊ തന്നെ കൊണ്ടുപോയി പെട്ടിയിൽ ഭദ്രമായി പൂട്ടി വെച്ചിട്ട് വരാം. അതൊക്കെ ചേട്ടൻ ഇപ്പൊ പറയും. പെട്ടിക്കകത്തു നിന്ന് ഓരോന്നെടുത്ത് എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്നോ? അതേ വിശ്വം, അതിന് തന്നേക്ക് ചേട്ടാ. ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം. ഇതാ മുത്തശ്ശി. ഇതാ മോളെ, നീ അകത്ത് കൊണ്ടുപോയി വെക്ക്. ഓ, 1-2 ചൂട് നടന്നതേ ഉള്ളൂ. കാലിനൊക്കെ എന്തൊരു വേദന. ഈശ്വര, നടക്കാൻ പോലും വയ്യ. നല്ല വേദനയുണ്ടോ മുത്തശ്ശി? ഉണ്ടോന്നോ? ദേഹാസകലം കോച്ചു വലിക്കുക. ഒരു വാക്ക് എന്നോട് പറയാത്ത എന്താ? മുത്തശ്ശിക്ക് അറിയോ, ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട്. അവരുടെ കൈകൊണ്ടൊന്ന് തൊട്ടാ മതി, ഏത് വേദനയും പമ്പ കിടക്കും. പ്രത്യേകിച്ചും ഈ തലമുറയിൽ എവരുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാ. തടവി കൊടുക്കില്ലേ? വേണ്ട കുട്ടി, കുട്ടി ഇതൊന്നും ചെയ്യണ്ട.
അതൊക്കെ ഞാൻ ഗുരുക്കളെ കൊണ്ട് ചെയ്യിച്ചു. അയ്യോ അതിന്റെ ആവശ്യം എന്താ? നമ്മുടെ മുത്തശ്ശിയെ പോലെയല്ലേ ഈ മുത്തശ്ശിയും തടവി കൊടുക്ക. എവളുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈലുണ്ട്, അതൊന്ന് കാണണം. വീണയിൽ ഇങ്ങനെ വിരലോടിക്കുന്ന പോലെ ഇരിക്കും. കണ്ടോ ആത്മാർത്ഥ കണ്ടോ? ഓ ആവും, എന്തൊരു ആശ്വാസം മോളെ. ഇടിച്ചതിന്റെ ലിവറിളക്കി കളയും. പെണ്ണുങ്ങളെ കമലടിക്കുന്നോളാം. ഇങ്ങനെ പറയുന്ന ഒരു പോലീസുകാരനെ ഒരു മീശയില്ലാതെ സങ്കല്പിച്ച് നോക്കിയ സുഹൃത്തുക്കളെ, അതാണ് പറഞ്ഞത്. മീശ മീശ, വരേൻ മീശ, കൊമ്പൻ മീശ, കൊനസ്റ്റ് മീശ, പോലീസ് മീശ, പട്ടാള മീശ, കായംകുളം കൊച്ചുള്ളി മീശ. ബഹനോർ ഭായിയോ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, തായ്മാർകളെ, തന്തമാർകളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലും കലാരംഗത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വിവിധ തരം മീശകൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർ കാഞ്ചൻ ജയ്ക്ക. സമ്പ്രതി വാർത്താഹ പ്രവാചക ബലദേവാനന്ദ സാഗര. സുഹൃത്തുക്കളെ, ദേവാനന്ദയെ പോലെ വലിയ നടന്മാർ ജനക് ജനക് പായൽ ബജെ ജനിച്ചത് മീശയില്ലാതെയാണ്. ദിൽഹേക്ക് മാൻതാ നഹീം. എന്നാൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് റോട്ടി കപ്പട ഓർ മകാൻ, ചെറിയ കപ്പട മഹാൻ മീശകൾ വച്ച് രുദ്ര മത്തന സ്വന്തം രൂപം പോലും മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. മുഖദ്ദർക്ക സികന്ദർ, മുഖത്തിന് ചേരുന്ന മീശ ആശിക്ക്. ആരാണ് ആശിക്കാത്തത്? ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രകടമായി ബുദ്ധിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുമെങ്കിലും നമ്മൾ ഇയാളെ പേടിക്കുന്നു. കാരണം ഇയാളുടെ മീശ സുഹൃത്തുക്കളെ അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കടന്നു വരും. ഒരു ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ ഈ മീശ വാങ്ങുന്നത്? ഭാഗ്യക്കുറി ടിക്കറ്റ് എടുത്താൽ സമ്മാനം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? എന്നാൽ ഈ മീശ വാങ്ങിയാൽ നിങ്ങളുടെ മുഖത്ത് ഈ മീശ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വരൂ വരൂ വരൂ, വിവിധതരം മീശകൾ. 5 രൂപ, 10 രൂപ, 15 രൂപ, 20 രൂപ. വരൂ വരൂ വരൂ, വാങ്ങിക്കോളൂ. ക്യൂ നിന്ന് വാങ്ങും. തള്ളരുത്, എല്ലാവർക്കും ഉണ്ടല്ലോ. എന്താ അങ്ങനെ? വരൂ വരൂ വരൂ. മീശയും താടിയൊക്കെ സഹായ വിലയാണ്. വാങ്ങിക്കോളൂ, ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിക്കോളൂ. ഉണ്ണികൃഷ്ണ വാങ്ങിച്ചോളൂ. ഈ മീശയും താടിയും വെച്ചാ ആർക്ക് വേണോ ആരെ വേണമെങ്കിലും പറ്റിക്കാം, തിരിച്ചറിയാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് വന്നേ. ചിലപ്പോ ഈ താടിയും മീശയും വെച്ചാ പരിചയമുള്ള ആൾക്കാരാണെന്ന് നമുക്ക് സംശയം തോന്നുവരെ ചെയ്യും. ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ അവിടെ നിന്നേ. ഉണ്ണികൃഷ്ണ അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കേ. അവിടെ നിൽക്കാൻ. ഒരു കാര്യം പറഞ്ഞോട്ടെ. പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. കാര്യം പറയാം. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്. അന്ന് ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ വിശ്വനാഥനായി അഭിനയിച്ചത് ഈ സിസ്റ്ററെ ഒരു ആപൽ ഘട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതിനെനിക്ക് കിട്ടിയ ശിക്ഷയോ 5 ഇടിയും 6 അടിയും 3 തൊഴിയും. സ്വല്പം ഒഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പൂച്ചട്ടി വീണെന്റെ തല പപ്പടമായി പോയെന്നെ. എന്നെ വേഷം കെട്ടിച്ചവർ എന്നെ കാലുവാരിയായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇന്ന് ഞാൻ വിശ്വനാഥനായി അഭിനയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഭൗതിക നേട്ടങ്ങളുണ്ട്. സോ ദിസ് ഇസ് എ ബിസിനസ്. അപ്പൊ എന്റേതും ഒരു ഫ്രീ സർവീസ് ആയിരിക്കില്ല. എനിക്കും വേണം കമ്മീഷൻ, ബ്രോക്കറേജ്, ലാഭവിഹിതം. തനിക്കിപ്പോ എന്താ വേണ്ടത്? മാന്യന്മാർ സംസാരിക്കുമ്പോൾ ഇടപെടരുത്. എനിക്കെന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അറിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ. അതൊക്കെ എന്തു വേണമെങ്കിലും തരാം. പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസമാണ് വേണ്ടത്. ഉണ്ണികൃഷ്ണന് ഇതൊരു ബിസിനസ്സും കോൺട്രാക്റ്റും ഒക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് അതിനപ്പുറത്ത് പലതുമാണ്. അയ്യോ, ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എല്ലാ അർത്ഥത്തിലും.